അർജന്റീനയും മെസ്സിയും മൈതാനത്തിറങ്ങിയപ്പോൾ എത്രയോ തവണ നമുക്ക് ശ്വാസം മുട്ടിയിട്ടുണ്ട്. 4 വർഷം മുൻപ് ഖത്തറിലും നമ്മൾ ഇതേ ശ്വാസം മുട്ടൽ അനുഭവിച്ചവരാണ്. അസാധ്യമെന്ന് തോന്നിപ്പിച്ച ഭ്രാന്തമായ ആവേശത്തിലേക്ക് എത്തിക്കും മുൻപ് കടുത്ത സമ്മർദ്ദത്തിലേക്കും തള്ളിവിട്ട് ചിരിയും കണ്ണീരും ഇഴചേർന്ന കാവ്യം എഴുതുകയാണ് അയാൾ. ഫുട്ബോൾ പലപ്പോഴും നമ്മുടെ ഹൃദയമിടിപ്പാകും, ചിലപ്പോഴത് നിലച്ചുപോകും, തൊട്ടടുത്ത നിമിഷം അമാനുഷികമായ മാന്ത്രികതയിലേക്ക് എടുത്തുയർത്തും. അറ്റ്ലാന്റയിലെ മൈതാനത്ത് അർജന്റീനയും ഈജിപ്തും നേർക്കുനേർ പൊരുതിയപ്പോൾ പിറന്നത് കേവലം ഒരു മത്സരമായിരുന്നില്ല. ശ്വാസം പോലും എടുക്കാൻ മറന്ന ആരാധകരെ മരണത്തിന്റെ വക്കോളം എത്തിക്കാൻ പോന്ന കണ്ണീരും മാന്ത്രികതയും കലർന്ന വിസ്മയമായിരുന്നു. Alarm bells ringing for Argentina. 2-0. This time it's going to stand. Messi looking to start to turn it in their favour, and they are back in the game. Lautaro sent it across. It's swept in, and of course it's Lionel Messi racing back as fast as they can. തോറ്റുപോയി എന്ന കരുതിയിടത്തു നിന്നും ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ ചിറകിലേറി അർജന്റീന ഉയർത്തെഴുന്നേറ്റു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വീര്യമേറിയ തിരിച്ചുവരവുകളിൽ ഒന്നായിരുന്നു അത്. കഴിഞ്ഞ 16 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ആഘാതമായിരുന്നു ആദ്യ പകുതി അർജന്റീനയ്ക്ക് സമ്മാനിച്ചത്. ആദ്യ 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിമിന്റെ തകർപ്പൻ ഹെഡർ അർജന്റീനൻ ആരാധകരുടെ ഹൃദയം തകർത്തു. എന്നാൽ കളിയിലേക്ക് തിരിച്ചുവരാൻ അർജന്റീനയ്ക്ക് ഭാഗ്യം ഒരു പെനാൽറ്റിയുടെ രൂപത്തിൽ വഴി തുറന്നു. ലോകം മുഴുവൻ ലയണൽ മെസ്സിയുടെ ഇടതുകാലിലേക്ക് കണ്ണു നട്ടിരുന്നു. പക്ഷേ ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർ മുസ്തഫ ഷൊബീർ താഴ്ന്നു പറന്ന പെനാൽറ്റി കിക്ക് അവിശ്വസനീയമായി തട്ടിയകറ്റി. യൂലിയൻ അൽവാറസിന്റെ ഗോൾ ഉറച്ച ഷോട്ട് പോലും അയാളുടെ കൈകളിൽ ഒടുങ്ങിയത് അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ 1-0. രണ്ടാം പകുതിയിൽ കളി തിരിച്ചുപിടിക്കാൻ ലയണൽ സ്കലോണി തന്ത്രങ്ങൾ മെനഞ്ഞെങ്കിലും ഈജിപ്തിന്റെ പ്രതിരോധ കോട്ട അതിശക്തമായിരുന്നു. കൗണ്ടർ അറ്റാക്കുകളിൽ മുഹമ്മദ് സലായും ഹെയ്സം ഹസനും അർജന്റീനിയൻ പ്രതിരോധത്തെ തീർത്തും വിറപ്പിച്ചു. 67-ാം മിനിറ്റിലായിരുന്നു കളിയിലെ ഏറ്റവും നാടകീയമായ നിമിഷം പിറന്നത്. മുസ്തഫ സിക്കോ ഈജിപ്തിന്റെ 2ാം ഗോളും വലയിലാക്കി. അറ്റ്ലാന്റയിലെ സ്റ്റേഡിയത്തിൽ അലക്കടലുപോലെ ആർത്തിരമ്പാൻ വെമ്പിയ കാണികൾ നിശബ്ദതയുടെ പടുകുഴിയിലേക്ക് വീണു. മെസ്സിയുടെ ലോകകപ്പ് കരിയറിന് അപ്പോഴേക്കും പലരും ചരമഗീതങ്ങൾ എഴുതി തുടങ്ങിയിരുന്നു. മെസ്സിയുടെ മുഖത്ത് പക്ഷേ കനലെരിയുമ്പോഴും കെടാതെ പ്രകാശമുണ്ടായിരുന്നു. 79-ാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ സ്കലോണിയുടെ കുട്ടികൾ കഥ മാറ്റിയെഴുതാൻ ആരംഭിച്ചു. മെസ്സിയുടെ ഇടതുകാലിൽ നിന്നുതിർന്ന ഒരു മാന്ത്രിക ക്രോസ് ബോക്സിനുള്ളിൽ ഉയർന്നു ചാടിയ ക്രിസ്ത്യൻ റൊമേറോ ഉയർന്നു പൊങ്ങി പന്തിനെ തലകൊണ്ട ഈജിപ്ഷ്യൻ വലയിലേക്ക് പായിച്ചു. പ്രതീക്ഷയുടെ അതേ പ്രകാശം അർജന്റീന ആരാധകർക്ക് പാതി ജീവൻ പകർന്നു. പക്ഷേ യഥാർത്ഥ വിസ്മയം അതായിരുന്നില്ല. കൃത്യം 4 മിനിറ്റും 18 സെക്കൻഡും കഴിഞ്ഞപ്പോൾ ഈജിപ്ഷ്യൻ പ്രതിരോധ നിരയുടെ ഇടയിലൂടെ ലയണൽ മെസ്സി തൊടുത്തുവിട്ട പന്ത് ഷൊബീറിനെ കാഴ്ചക്കാരനാക്കി ക്രോസ് ബാറിന്റെ അടിഭാഗത്തിടിച്ച് വലയ്ക്കുള്ളിൽ. ഇതോടെ മത്സരം കൂടുതൽ വന്യമായി. ഈജിപ്ത് സർവശക്തിയുമെടുത്ത് പ്രതിരോധത്തിന് മൂർച്ച കൂട്ടി. ഇതിനിടയിൽ ലിയാൻഡ്രോ പാരഡീസ് നടത്തിയ ഒരു അവസാന നിമിഷ ടാക്കിൾ ഇല്ലായിരുന്നുവെങ്കിൽ കഥ മാറ്റിയെഴുതപ്പെട്ടേനെ. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. 92-ാം മിനിറ്റിൽ ലൗറ്റാരോ മാർട്ടിനസ് ബോക്സിന്റെ വലതുഭാഗത്ത് നിന്ന് ബോക്സിലേക്ക് നൽകിയ മനോഹരമായ ക്രോസ് എൻസോ ഫെർണാണ്ടസ് വായുവിൽ ഉയർന്നു പൊങ്ങി ഈജിപ്തിന്റെ നെഞ്ചകം തകർത്ത വലയ്ക്കുള്ളിലെത്തിച്ചു. സ്കോർ 3-2. ലോകത്തിന്റെ മുഴുവൻ സമ്മർദ്ദവും സ്വന്തം ചുമലിലേറ്റിയ ലയണൽ മെസ്സി ആ സമയം പൊട്ടിക്കരയുകയായിരുന്നു. അർജന്റീന ജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രി മെസ്സിയുടേതായിരുന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത അയാളുടെ പോരാളികളുടേതും. കല്ലേറുകളിൽ തകർന്നിരിക്കാൻ അനുവദിക്കാതെ വീഴ്ചയിലും ഉയർപ്പിലും ഒപ്പം നിന്ന കോടിക്കണക്കിന് ആരാധകർക്ക് സമർപ്പിക്കാൻ ലോക കിരീടത്തിലേക്ക് അയാൾ വിത്തെറിഞ്ഞിരിക്കുന്നു. കളിച്ചും വിറപ്പിച്ചും സലായുടെ ഈജിപ്തിന് ഈ ലോകകപ്പിൽ നിന്നും മടക്കം.